സ്റ്റീവിൽ കളിയും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിച്ചിരുന്നു. വൈകിട്ട് ഒരു കളിയുണ്ട് ടർഫിൽ. അങ്ങനെ ബൂട്ട് എടുക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അനിയത്തി 2 പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവള് പഠിപ്പിച്ച് ഇവർ രണ്ടൊരു പാസ്സായാൽ മതിയായിരുന്നുണ്ട്. അങ്ങനെ ബൂട്ട് എടുത്തേട്ടാ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ബൂട്ട് ഇട്ടുകൊണ്ടാണ് പോണേ. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് ഗ്രൗണ്ടിൽ പോയിട്ട് ഇടാമെന്ന് വിചാരിച്ചേട്ടാ ബൂട്ട്. അങ്ങനെ ബൂട്ട് എടുത്തോണ്ട് നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി. വണ്ടി എടുക്കാനായിട്ട് പോയപ്പോൾ അടുത്ത ടെസ്റ്റ് കേട്ടാ. ആദ്യം ഞാൻ വിചാരിച്ച് വണ്ടിയുടെ അകത്ത് വയ്ക്കാന്ന്. പിന്നെ വണ്ടിക്കകത്ത് ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വെക്കാന്ന് പറഞ്ഞു. വണ്ടി എടുത്തോണ്ട് ഇനി നേരെ പോകട്ടെ. നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഇനി അവനെയും വിളിച്ചിട്ട് വേണം നേരെ ഇനി ടർഫിലോട്ട് പോകും. അങ്ങനെ അവൻ്റെ വീടെത്തി അവനെ കൊണ്ട് നമ്മൾ നേരെ ടർഫിലെത്തിയിട്ട് മെയിൻ പരിപാടിയായിട്ടുള്ള കാല് 2 കെട്ടാൻ പോകുന്നുണ്ട്. സംഭവം 2 കാലും നല്ല രീതിക്ക് മുറിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ ബാൻഡേജ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ നിനക്ക് ഞാൻ സെലോ ടൈപ്പ് ഇട്ട് നല്ല രീതിക്ക് ഒട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞതൊക്കെ എന്നെ സെലോ ടൈപ്പ് ഇട്ട് നല്ല രീതിക്ക് അവൻ ഒട്ടിച്ചെന്നുണ്ട്. പഞ്ഞ് ഫുള്ളായിട്ട് കവർ ആവണ രീതിക്ക്. പിന്നെ വെള്ള ബൂട്ട് ഞാൻ അവനങ്ങ് കൊടുത്തേട്ടാ. ഇനി ആ ബൂട്ടിട്ട് കളിക്കണമെങ്കിൽ എൻ്റെ കാലിലെ തൊലി ഫുള്ളായിട്ട് അങ്ങ് ഇളവും കിട്ടും. എന്നിട്ട് അവൻ്റെ ചുമന്ന ബൂട്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചിട്ട് സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ ചുമന്ന ബൂട്ട് ഇത്തിരി വലുതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ കാലിൽ. അങ്ങനെ അവൻ്റെ ബൂട്ട് ഇട്ടുകൊണ്ട് നമ്മൾ 2 പേരും കൂടെ നേരെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയ പോസ്റ്റ് 2 പിടിച്ചു വയ്ക്കാനായിട്ട് പോകണം. ഞാനും വേറൊരു ബ്രോയും കൂടെ ചേർന്ന് പോസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കേണ്ട സ്ഥലത്തുകൊണ്ട് പോസ്റ്റൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും കളി തുടങ്ങാനൊരു സമയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ കളിക്കുന്ന വീഡിയോ ഈ പ്രാവശ്യം ആ കുറവെല്ലാം കൂടെ തീർത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നമ്മൾ കളിക്കുന്ന വീഡിയോ നല്ല രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. പിന്നെ എൻ്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഗോൾ നമ്മൾ ജയിച്ചിട്ട് നമ്മളെല്ലാവരും നല്ല കളിയായിരുന്നു കേട്ടോ. ഇനി കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ.